അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നമ്മളെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഒരു ടാങ്ക് എടുക്കാനാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളെ കൂട്ടുകാരുടെ അടുത്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യമായി നമ്മൾക്ക് നമ്മളെ ജീപ്പ് എടുക്കാം. കയറിയോ ഗൈസ്? ഇനി നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഗൈസ്, ഈ പോലീസുകാരന്മാർക്ക് ഭയങ്കര മൊടയാണ്. നമുക്ക് കാറ് കിട്ടിയാൽ ഭാഗ്യം. ഗൈസ്, അതൊരു വളരെ നല്ലൊരു ഗിഫ്റ്റായിരുന്നു. ഗൈസ്, പോലീസുകാരന്മാർ ടാങ്ക് തരുന്ന ഡൗട്ടാണ്, എന്നാലും ചോദിച്ചു. നിങ്ങൾ ആ ടാങ്ക് കണ്ടോ ഗൈസ്? ഗൈസ്, കിട്ടിയാൽ ഭാഗ്യം. നമുക്കിനി നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാം. ഗൈസ്, നിങ്ങൾ ഈ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഇതിനു മുന്നേ കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പോൾ നമുക്ക് പോലീസിനെ അടുത്ത് ചോദിച്ചു നോക്കാം. ഗൈസ്, ഇന്ന് പോലീസുകാരന്മാർ ലീവാണെന്ന് തോന്നുന്നു, സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. ചോദിച്ചു, ആ ബായ് ഒരു ടാങ്ക് തരുമോ? അതെന്തരാണ് താൻബൈ, നീ തരൂലേ? ഒന്നല്ലേ ചോദിച്ചുള്ളൂ, ഒന്നല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വേണ്ട. എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഞാൻ തരാനൊന്നും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. നമുക്ക് പോകാം ഗൈസ്. നേരായ വഴിയിൽ കാര്യം നടന്നില്ലെങ്കിൽ വളഞ്ഞ വഴിയിൽ കൂടി പോകണം. അപ്പോൾ നമുക്ക് ഒരു പ്ലാന് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം. ഗൈസ്, ഞാൻ എവിടെയാണ് പോകുന്നത്? ഗൈസ്, എയർപോർട്ടിൽ പോകും. ഗൈസ്, ഇവിടെ നിർത്തി. ഗൈസ്, ഇനി നമുക്ക് ഫോൺ എടുക്കാം. എടുത്തിട്ട് കാറിനെ വിളിക്കാം. ആളറിയാതിരിക്കാൻ വേണ്ടിയാണ് ഗൈസ്. നമ്മളിനി വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി പോലീസിനെ വെടിച്ച് കൊല്ലാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ആളറിയാതിരിക്കാനാണ് നമ്മൾ മാറുന്നത് ഗൈസ്. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ചീറ്റ് കോഡ് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. സീന് കാറാണ്, ലംബോർഗിനിയാണ്. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഗൈസ്. പറ്റുന്നെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കയറാം. കയറി നമുക്ക് ഉയരെ പോയി മാറാം ഗൈസ്. ഇതേപോലെ 2-3 ചീറ്റ് കോഡിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണേ ഗൈസ്. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം ഗൈസ്. നമുക്ക് തൊപ്പി ഇരിക്കട്ടെ. ഈ ഡ്രസ്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്തിട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറ്റിയിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാം ഗൈസ്. നിങ്ങൾക്ക് ഈ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയുടെ നമ്പർ, ചീറ്റ് കോഡ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കയറി നമുക്കിനി പോവാം ഗൈസ്. ഫ്രാങ്ക്ലിന് ചെറിയൊരു മടിയാണ്, റിവേഴ്സ് എടുത്ത് പോവായിരുന്നു, പക്ഷേ കറങ്ങിയേ പോകും. അപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോലീസിൻ്റെ അടുത്ത് വേറെ കളിയില്ല. മര്യാദയ്ക്ക് ചോദിച്ചപ്പോൾ തന്നില്ല. അപ്പോൾ നമുക്കിനി വളഞ്ഞ വഴിയിൽ ടാങ്ക് എടുക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. നമുക്കിനി ഗൈസ് കയറാം. എന്നിട്ട് ഈ പോലീസിനെ വെടിവെക്കാം ഗൈസ്. സ്നൈപ്പർ ഇട്ട് വെടിവെക്കാം. വേണ്ട ഗൈസ്, ഏക്കെയാണ് നല്ലത് ഗൈസ്. സ്നൈപ്പറാണെങ്കിൽ ഒറ്റ വെടി തീരും, പക്ഷേ ഏക്കെയാണെങ്കിൽ അടുത്തോട്ട് വരും. അതാണ് കുറച്ചും കൂടി ഒരു ഫണ്ണ്. അപ്പോൾ ഗൈസ്, നമുക്കിനി വീണ്ടും ഇത് ചേഞ്ച് ചെയ്യാൻ പോവാം. ആളറിയില്ലല്ലോ ഗൈസ്. പോലീസിനെ ഓടി വെച്ചിട്ട് ഒരു പോലീസിനെ പോലും കാണുന്നില്ല ഗൈസ്. ഗൈസ്, നമുക്കിനി നടന്നു പോവാം, അതായിരുന്നു നല്ലത്. ഇനി നമുക്ക് ആ ടാങ്ക് എടുക്കാം.
എന്താണ് അവിടെ ഒരു പൊട്ടിയ സൗണ്ട്? നമുക്ക് പോയി നോക്കാം. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഓ ഗൈസ്, നോക്കൂ ഗൈസ്, നമ്മുടെ ടാങ്കിനെ ആരോ കത്തിച്ചിരിക്കുന്നു. ഓ ഗൈസ്, ഇത് കത്തിച്ചാമ്പലായിരിക്കുന്നു ഗൈസ്. ഇത് ഏവനാണോ ചെയ്തത് അവൻ മുടിഞ്ഞു പൊട്ടി. ഗൈസ്, നമുക്കിനി വേറെ ടാങ്ക് എടുക്കാൻ RJ സ്റ്റൂളിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം എവിടെ കിട്ടുമെന്ന്. നീഡ് എ ടാങ്ക്. ഗൈസ്, നമുക്കിനി ഓക്കെ എടുക്കാം. ഗൈസ്, അപ്പോൾ RJ സ്റ്റൂൾ പറഞ്ഞിരിക്കുന്നത് കിൽ 10 പീപ്പിൾസ് എന്നാണ്. അതായത് 10 പേരെ കൊല്ലാനാണ് RJ സ്റ്റൂൾ പറഞ്ഞിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് പോവാം. 10 പേരെ കൊല്ലണം ഗൈസ്. അതിൻ്റെ അവിടെ പോലീസൊക്കെ വരാം. കാരണം അത് പോലീസ് നമ്മളെ കൊന്നിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കാം. ഗൈസ്, 10 ആൾക്കാരെയാണ് ഗൈസ് കൊല്ലേണ്ടത്. എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ ചാവ വരെ ചെയ്യാം. എന്നാലും ഒരു ടാങ്ക് എടുക്കാൻ വേണ്ടി നമ്മളിതും ചെയ്യും. കാരണം ടാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ 10 ആൾക്കാർ വെടിവെച്ചാൽ പോലീസിനെ നമുക്ക് നിസ്സാരമായിട്ട് വെടിവെക്കാം. അപ്പോൾ നമുക്കിനി ഒരു സ്ഥലത്ത് പോകണം സേഫായിട്ടിരിക്കാൻ വേണ്ടി. കാർ നമ്മളിവിടെ വെച്ചു. ഇനി നമ്മൾ തോക്കെടുക്കുന്നു, ഇവിടെ നിന്ന് വയ്ക്കുന്നു. ഗൈസ്, ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആൾക്കാർ ഒറ്റ വെടി വെച്ചിട്ടും ചാവൂല, ഇറങ്ങി ഓടെ. ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ വെടിവെക്കായിരുന്നു. ഇത് വെടിവെച്ച ഉടനെ ഓട്ടം. ഇയാൾക്ക് വെച്ച് ഒറ്റ വെടി മതി ഒരാളെ തീർക്കാൻ. പക്ഷെ ഇവരാണ് എന്താണ് ഗൈസ്. പോലീസ് വന്നു ഗൈസ്, നമുക്ക് രക്ഷപ്പെടണം. ഗൈസ്, കാറിൽ കയറി നമുക്ക് ഇവിടെ നിന്ന് പോവാം, അല്ലെങ്കിൽ പണിയാം ഗൈസ്. പോലീസ് ഭയങ്കര ദേഷ്യത്തിലാണ്, ഇറങ്ങി വെളിയിൽ. ഗൈസ്, നമ്മൾ 2 ആൾക്കാരെ കൊന്നതേ ഉള്ളൂ. ഒന്നരയെന്നേ പറയാൻ പറ്റൂ. ഒരാളെ ഫുള്ളായിട്ട് കൊന്നു, ഒരാൾ പകുതി ആയതേ ഉള്ളൂ ഗൈസ്. നമുക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടാണ്. എൻട്രൻസിലാണ് ഗൈസ് പോലീസ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹെലികോപ്റ്റർ വിളിച്ച് അപ്പുറത്ത് പോകാം, അതാണ് സേഫ്. ഗൈസ്, കണ്ടോ, 2 ആൾക്കാർ വെടിയിച്ചപ്പോൾ തന്നെ ഇത്രയും പോലീസ്. ഇനി 8 ആൾക്കാരെ വെടിയിക്കണം. 10-ൽ 2 ആയതേ ഉള്ളൂ ഗൈസ്. 2 ആൾക്കാരെ വെടിവെച്ചപ്പോഴേ 2 സ്റ്റാർ. പോലീസ് താഴെ എല്ലായിടത്തും ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നല്ലൊരു സേഫ് സ്പോട്ട് പോകണം. ഈ നല്ല പൊക്കമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലീസിന് എത്താൻ പറ്റില്ല. എവിടെ നിന്ന് നമുക്ക് പറഞ്ഞാൽ പോലീസിനെയും വെടിവെക്കാം, ആൾക്കാരെയും വെടിവെച്ചിടാം ഗൈസ്. അപ്പോൾ നമ്മൾ 1.5 അല്ലെങ്കിൽ ഒരാളെ വെടിവെച്ചു. അടുത്ത് നമുക്ക് വെടിവെക്കാം ഗൈസ്. പോലീസ് നിൽക്കുന്നതാണ്. നമ്മൾ പോലീസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വെടിയിട്ടും ഗൈസ്. AK ഇത്രയും ദൂരെ പോകുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് സ്നൈപ്പർ എടുക്കേണ്ടി വരും ഗൈസ്. പോലീസുകാരന് തീ പിടിക്കുന്നു. പോലീസുകാർക്ക് ഗൈസ് ഇനി ആൾക്കാരൊന്നും കാണുന്നില്ല ഗൈസ്. ഗൈസ്, പോരുന്ന 2 പേര് റെഡിക്കാം. ഗൈസ്, നോ ഗൈസ്, 3 സ്റ്റാർ ആയി. ഇനി പോലീസ് നിരന്ന് കയറി വരും ഗൈസ്. 2 പേര് ഓടുന്നു. റെഡിക്കാം. ആദ്യം റെഡിക്കാം. അതെ ഗൈസ്, നമുക്കിനി AK വെച്ച് കിട്ടില്ല. അപ്പോൾ നമുക്ക് സ്നൈപ്പർ ഇട്ട് റെഡി ചെയ്യാം ഗൈസ്. ഇത് നിൽക്കുന്നില്ല. ഗൈസ്, ഒറ്റ വെടിയിൽ തീർക്കാം ഗൈസ്. ഇത് ഓടുന്നതുകൊണ്ട് കിട്ടുന്നില്ല. കിട്ടി ഗൈസ്. ഇനി ഒരാളും കൂടി ഉണ്ട്. ഗൈസ്, ഒരാൾ വന്ന് അയാളെ വെടിയിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ എത്ര പേരെയാണ് ഇതുവരെ വെടിവെച്ചതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. യെസ്, നമ്മൾ 5ാമത്തെ ഡൗൺ ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ വെടിവെച്ച് എത്രാമത്തെയാണെന്ന് മനസ്സിലായല്ലോ.
ഗൈസ് നമ്മുടെ 6ാമത്തെ ഇര. ഊഫ് ഗൈസ്. ഓ ഗൈസ് അത് കഴുത്തിൽ കിട്ടി ഗൈസ്. ഗൈസ് അടുത്ത ഇര 7ാം ഇര. ഓ ഗൈസ് ഹെഡ് ഷോട്ട്. ഗൈസ് ഇപ്പോൾ വരും. ഓ ഗൈസ് ഒറ്റ ഷോട്ടിൽ തീർത്തു ഗൈസ്. നമ്മൾ ഇനി ലാസ്റ്റ് ഇര ഒരാളും കൂടിയുണ്ട്. നമ്മൾ 9 പറയാം, 10 പറയാം. ഓ ഗൈസ് ഇനി ഒരാളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗൈസ്. അയാളെ പിടിക്കാം. ഗൈസ് കിട്ടിയില്ല. ഓ ഗൈസ് ഓഹ് ജസ്റ്റ് മിസ്സായിരുന്നു ഗൈസ്. ഒരാൾ താഴെ കിടന്നിട്ട് കൂളായിട്ട് പോകണം ഗൈസ്. ഗൈസ് അവന് കിട്ടി ഗൈസ്. അപ്പം നമ്മൾ 10 പേരെ നമ്മൾ വെടിവെച്ചിരിക്കുന്നു. അപ്പം നമുക്കിനി നമ്മളെ ടാങ്ക് കിട്ടും. അതിന് പോലീസിനെയൊക്കെ വെടിവെച്ചിരുന്നു. നമ്മൾ ഇത്ര നേരം അറപ്പിച്ചവരാണ്. അപ്പം നമുക്കിനി ആദ്യം ഈ പോലീസിനെയൊക്കെ ഒന്ന് കൊന്നിടാം ഗൈസ്. ഇവന്മാർ തീരുന്നില്ല. 3 സ്റ്റാർ ആയതുകൊണ്ട് വാരി പറഞ്ഞു വരുന്നു ഗൈസ്. ഇവന്മാരിങ്ങനെ വെടിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് കാര്യം തീരില്ല. അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് മുങ്ങാം. ഗോ ടു ടൗൺ ഹാൾ ഗൈസ്. അപ്പം ടാങ്കിന് വേണ്ടി നമുക്ക് ടൗൺ ഹാളിൽ പോകാനാണ് RG സ്റ്റൂൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൗൺ ഹാളിൽ പോവാം ഗൈസ്. നമുക്ക് ഹെലികോപ്റ്ററിൽ തന്നെ പോകുന്നതാണ് സേഫ് ഗൈസ്. നമുക്കിനി പോവാം. ടൗൺ ഹാള് അങ്ങാണ്. നമുക്ക് പോവാം ഗൈസ്. പോലീസ് ഇപ്പോഴും താരമുണ്ട്. നമുക്ക് നോക്കിപ്പോവാം, അതാണ് സേഫ് ഗൈസ്. ഇവിടെ നിന്നൊന്നും കാണുന്നില്ലല്ലോ ഗൈസ്. ഗൈസ് നമുക്ക് ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം ഗൈസ്. ഇവിടെ നിന്നൊന്നും കാണുന്നില്ല ഗൈസ്. ഗൈസ് നമുക്കിനി അപ്പുറത്തെ സൈഡിൽ നോക്കാം. അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഓ ഗൈസ് സെറ്റ് മോനെ സീന് ഗൈസ്. സെറ്റ് റാങ്കാണ്. നമുക്കിനി നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റാം ഗൈസ്. നമ്മൾ ഇതുവരെ ശല്യപ്പെടുത്തിയ പോലീസിനെയൊക്കെ വെട്ടിത്തള്ളാം ഗൈസ്. 3 സ്റ്റാർ 2 സ്റ്റാറായി കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത്ര പ്രശ്നം വരില്ല ഗൈസ്. ഇപ്രാവശ്യം ടാങ്കിനൊന്നും പറ്റാതിരുന്ന മതിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോലെ ഇടയ്ക്ക് വെച്ച് തീയെത്തിയാൽ വേസ്റ്റഡ് ഗൈസ്. നോക്കി വെടിയിക്കാം ഗൈസ്. അതിൻ്റെ അടിയിലുണ്ട് ഗൈസ്. ഇവരിപ്പോൾ വെടിയിക്കുന്നതാണ് നല്ലത്. കുറച്ചും കൂടി അടുത്തോട്ട് പോകാം. 2 പേര് ഒറ്റ ഷോട്ടിൽ തീർക്കാൻ പറ്റിയാൽ ഒരു വെടിക്ക് 2 പക്ഷി. നോ ഗൈസ്. ഗൈസ് ഇനി 1 സ്റ്റാറായി. ഇനി ഗൈസ് 2 പേര് വരുന്നു ഗൈസ്. അടിച്ചു. ഗൈസ് അടുത്ത ആള് ഗൈസ്. ഇത് നേരായിട്ട് വരാണ് ഗൈസ്. ഗൈസ് ഇതിനേക്കാൾ ഗൈസ് പോലീസൊക്കെ കാറിൻ്റെ വെളിയിൽ ഇറങ്ങി ഗൈസ്. സൂക്ഷിച്ച്. ഗൈസ് അതിനെ കിട്ടി ഗൈസ്. പോലീസൊക്കെ നിർത്താതെ വരാണ് ഗൈസ്. ഇവരെയൊക്കെ ഇങ്ങനെ പിടിക്കും. ശബാഷ് ഗൈസ്. വന്ന് കയറി തന്നതാണ്, ഞാൻ പിടിച്ചു ഗൈസ്. ഇനി 1 സ്റ്റാറേ ഉള്ളൂ ഗൈസ്. എല്ലാ പോലീസും നമ്മൾ നേരെ തോക്ക് വെച്ചിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്നാണ് തോന്നുന്നത് ഗൈസ്. ആദ്യം നമുക്ക് ഇവിടെയുള്ള ഇത്രയും പേരെ വെടിയിച്ചിടാം. ഇത്രയും പേരെ വെടിയിക്കുന്ന ഒരു സ്റ്റാർ പോയില്ല, അതൊരു പ്രശ്നമാണ്. ഇത് എവിടെ നിന്നൊക്കെയാണ് കയറി വരുന്നത് ഗൈസ്. ഒരു സമാധാനം തരുന്നില്ല ഗൈസ്. ഇത് അടുത്ത ആള് ഗൈസ്. ഇവന്മാരെയൊന്നും ഇങ്ങനെ വെടിയിച്ചാൽ ശരിയാവില്ല ഗൈസ്. ഇതിനേക്കാളും നല്ലത് മിസൈൽ ഗണ്ണാണ് ഗൈസ്. ദൂരത്ത് ബാക്കിൽ നിന്ന് പറഞ്ഞു ഗൈസ്. നമ്മൾ ടാങ്കിൽ നിന്നിറങ്ങി ഓൺ ദ സ്പോട്ട് ചാവും ഗൈസ്. ഗൈസ് ഈ പോലീസിനെ വെടിയിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഗൈസ് അടുത്തവൻ വന്ന് കയറിയില്ല, ഇതാണ് കിഴപ്പെന്ന് പറയുന്നത്. തീർന്നു അവൻ ഗൈസ്. ഒറ്റ ഓടിക്കാൻ അവനെ തീർത്തു ഗൈസ്. ഗൈസ് നമ്മൾ സ്റ്റാർ പോയിരിക്കുന്നു, അതായത് നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇതുവരെ ഉള്ളൂ. അമ്മച്ചി അപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ വിജയാഘോഷത്തിൽ പടക്കം പൊട്ടിക്കുകയാണ് ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ. നമ്മൾ പുതിയ വീഡിയോ വരുന്നവരെ